ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചുക്കപ്പാണ്. അപ്പം ചുക്കപ്പ് അറിയാത്തവരായിട്ടൊന്നും ആരും ഉണ്ടാവില്ല, നമ്മളെ ബേക്കറി സ്നാക്കല്ലേ ഇത്. അപ്പൊ ഇത് നമുക്കൊരു 2-3 മാസം വരെ ഒരു കേടുപാടും ഇല്ലാതെ സൂക്ഷിക്കാൻ പറ്റും, ഒന്നും ആവുമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഗൾഫിൽ കൊണ്ടുപോകാനൊക്കെ സുഖം. എന്താന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും ആവൂലോ. അപ്പൊ നമുക്ക് അധികം വലിച്ചു നീട്ടാണ്ട് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പൊ ഈ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ടെന്ന് കണ്ടേക്കണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഗ്ലാസിന്റെ അളവിലായിട്ട് വെള്ളം എടുത്തത് 5 ഗ്ലാസ് വെള്ളം എടുത്തിന്. നമ്മൾ 4 ഗ്ലാസ് അരിപ്പൊടി എടുക്കുന്നത്. ഈ സെയിം ഗ്ലാസ് തന്നെയാണ് അരിപ്പൊടി എടുത്തത്. 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കാണ് എടുത്തത്. അപ്പൊ നിങ്ങൾ അരിപ്പൊടിയും വെള്ളവും സെയിം ഗ്ലാസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഞാൻ ഇടുന്നുണ്ട് അതിനകത്തേക്ക്. എന്നിട്ട് അതേപോലെ തന്നെ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാൻ ഒരു 1/2 സ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അളവല്ല, അളവ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഈ ഒരു അളവിൽ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അത് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വെള്ളം തിളച്ച് വരണം. അപ്പൊ നമ്മളെ വെള്ളം നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. അന്നപ്പം നമ്മൾ ഈ പൊടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ആമീസിന്റെ പത്തൽ പൊടി ആട്ടാ ഇതിനെടുത്തത്. നിങ്ങൾ ഏത് അരിപ്പൊടി എടുത്താലും കുഴപ്പമില്ല. ഞാൻ പിന്നെ അതുള്ളത് കൊണ്ട് അതെടുത്തത്. ഈ 1 കിലോന്റെ അളവിനായിട്ട് ഞാൻ എടുത്തത്. 1 കിലോന്റെ അളവ് ഞാൻ അളന്ന് നോക്കിയപ്പോൾ 4 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ 4 ഗ്ലാസ്സിന് 1 ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് 4 ഗ്ലാസ്സിന് 5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പൊടി മൊത്തമായിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എനിക്ക് മിക്സ് ചെയ്യുമ്പോൾ പാത്രം കുറച്ച് ചെറുതായി പോയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പാത്രം ഒന്ന് കുറച്ച് വലിപ്പമുള്ള പാത്രത്തിലേക്ക് അത് ഇട്ടിനേനും. അങ്ങനെ ഇത് എല്ലായിടത്തും ഒന്ന് നല്ലോണം വെള്ളം തട്ടുന്ന രീതിക്ക് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് ഞാൻ ഇതിൻ്റെ മുട്ട അതൊക്കെ ചേർത്തിട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കേണ്ടിയല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മുറത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴക്കാൻ പറ്റും. അങ്ങനെ ഞാനൊരു കപ്പിൽ കുറച്ച് വെള്ളം വെക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ കൈ ചെറുതായിട്ടൊന്ന് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുള്ളത് കൊണ്ട് നമുക്കൊന്ന് പൊള്ളുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് തണുപ്പിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഞാൻ ഇതേപോലെ നല്ലൊരു 5-6 മിനിറ്റ് വരെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നാലേ നല്ലോണം ഒന്ന് കുഴന്ന് വരുള്ളൂ. അപ്പോൾ ആ ഒരു 5-6 മിനിറ്റ് വരെ നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് കൈമിൽ വെള്ളാക്കും, പിന്നെയും കുഴക്കും, പിന്നെയും ചൂടാകുമ്പോൾ കൈമിൽ പിന്നെയും വെള്ളാക്കും. അങ്ങനെ ആയിട്ട് നല്ല രീതിക്ക് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് ചൂടോടെ തന്നെ കുഴച്ചാലേ നല്ലോണം കുഴന്ന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ തണ്ണിട്ട് കുഴക്കാന്ന് വിചാരിച്ചിട്ട് കുത്തിട്ടാൽ അങ്ങനെ മതിയായിരിക്കും കുഴയൂല. അപ്പോൾ ഈ ചൂടോടെ തന്നെ കുഴക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് കരിഞ്ജീരകം ഇടുന്നുണ്ട്. കരിഞ്ജീരകോ അല്ലെങ്കിൽ എള്ളോ അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കണം. ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഒന്ന് എല്ലായിടത്തും ഒന്ന് പാറ്റി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് അത് കുഴച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇതിനകത്തേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 എണ്ണം മതി. 3 എണ്ണം നിങ്ങൾക്ക് മുട്ടൻ്റെ ചേർത്ത് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ 3 എണ്ണം ചേർത്ത് കൊടുത്തേക്ക്. ഞാൻ 2 എണ്ണം ചേർക്കുന്നുള്ളൂ. എന്നിട്ട് 2 മുട്ടയും കൂടി ചേർത്തിട്ട് നല്ല പോലെ കുഴച്ചെടുക്കണം. ഇത് കുഴച്ച് ഇതിൻ്റെ ചൂടൊക്കെ അങ്ങ് മാറിക്കേട്ടാം. അതുകൊണ്ട് തീരെ ചൂടില്ല. അതുകൊണ്ട് നല്ല സുഖമായിട്ട് കുഴക്കാൻ പറ്റും. എന്നിട്ട് അങ്ങനെ നല്ല രീതിക്ക് കുഴച്ചെടുത്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. എന്നുവെച്ചാൽ നമുക്ക് ഇത് ഉരുട്ടണ്ടേ. അങ്ങനെ ഇത് ഉരുട്ടാൻ വേണ്ടിയിട്ട് മുറത്തിൻ്റെ മേലയിൽ പത്രം വെച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് ഉരുട്ടിയിടാലോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതാക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെളിച്ചെണ്ണ കയ്യിൽ തടവി കൊടുക്കുന്നുണ്ട്. ഇത് ഉരുട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ പൊടി ഇതാക്കുമ്പോൾ പറ്റുമല്ലോ കയ്യിൽ ചെറുതായിട്ട്. അതുകൊണ്ട് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഇതാക്കി കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എന്ന് പറയാൻ കാരണം ഞാൻ ഇത് പൊരിക്കുന്നത് വെളിച്ചെണ്ണയില്ല. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ തടവുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ വെളിച്ചെണ്ണൻ്റെ ഈ ഒരു ടേസ്റ്റും കൂടി നമ്മളിപ്പോൾ ഉരുട്ടുമ്പോൾ അതിനകത്തേക്ക് വരും. അപ്പോൾ പിന്നെ നമ്മൾ പൊരിക്കുന്ന സെയിം നെയ്യിൽ തന്നെ തടവുന്നല്ലേ നല്ലത്. അതാ പറഞ്ഞത്. അങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു പീസ് എടുത്തിട്ട് നമ്മൾ കൈപ്പത്തിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് വിരലുകൊണ്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. ഞാൻ ഇതൊരു ഒറ്റ വലുപ്പത്തിൽ, ഒരു മീഡിയം വലുപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. പക്ഷേങ്കിൽ ഇതിനെക്കാട്ടി കുറച്ചും കൂടി വലുതാണ് ബേക്കറിയിൽ കിട്ടുന്ന ചുക്കപ്പത്തിന് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് അയ്യ വലുപ്പം ഇഷ്ടമെങ്കിൽ കുറച്ചും കൂടി വലുപ്പത്തിൽ ഉരുട്ടിക്കുക. ഞാൻ ഇത് ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ പൊതുവെ ഉരുട്ടല്. അങ്ങനെ അതെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഇത് ഉരുട്ടാൻ ചില്ലറ പണിയൊന്നുമല്ല ഗൈസ്. ഇത് നല്ല പണിയുണ്ട്. ഇത് ഒറ്റയ്ക്ക് വല്ല ഉരുട്ടതാണെങ്കിൽ ഒരു 3-4 മണിക്കൂറെല്ലാം എടുക്കും. അതുകൊണ്ട് ഇപ്പോഴേ പറഞ്ഞേക്ക്, ഇത് ഒരിക്കലും മടിമാർക്ക് പറ്റിയ പണിയേ അല്ല. ഇത് നല്ല ക്ഷമയുള്ളവർക്ക് പറ്റിയത്. ഇത് കുത്തിൻ്റെ ഉരുട്ടുണ്ടേ. അങ്ങനെ ഇത് മൊത്തമായിട്ട് നമ്മൾ ഉരുട്ടി തീർത്തിട്ടുണ്ട്. അങ്ങനെ ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഉരുട്ടിയത് അതിനകത്തേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് 1-2 സെക്കൻഡ് കഴിഞ്ഞുമായിട്ട് ഒരു അരിപ്പ കയ്യിൽ കൊണ്ട് ഒന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇതേപോലെ
എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് കട്ട പിടിച്ചു. പിന്നെ ഇളക്കിക്കില്ലെങ്കിൽ അങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് കട്ടകളെല്ലാം മാറിയിട്ട് നല്ല രീതിക്ക് വരും. അങ്ങനെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെടുത്തിട്ട് കോരി മാറ്റാം. അങ്ങനെ എല്ലാതും അതേപോലെ തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഒന്ന് ഇട്ട് ഒരു 2-3 സെക്കൻഡ് അതിനുപാട് ഒന്ന് ഇളക്കി കളയണം, അല്ലെങ്കിൽ എല്ലാം കൂടി കട്ട പിടിച്ചു അങ്ങനെ വിട്ട് വരൂല. അപ്പോൾ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ ഒന്ന് എല്ലാം കട്ട മാറിയിട്ട് നല്ല രീതിക്ക് വരും. അപ്പോൾ എല്ലാതും അതേപോലെ തന്നെ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ചുക്കപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.